ജിന്നുകളെ കുറിച്ച് കൊണ്ട് പറഞ്ഞത് എന്തൊക്കെയാ? ജിന്ന് സ്ത്രീകളുമായി പ്രേമത്തിലാവും, ജിന്ന് ഗർഭം ഉണ്ടാക്കും, ഗർഭം മുടക്കും, ഗർഭം കലക്കും. എന്തൊക്കെ ഫത്വകളാ ഈ പറഞ്ഞു പറഞ്ഞു വന്ന്. ആരുടെ ശരീരത്തിലും ജിന്ന് കയറാം, ഏത് പെണ്ണിന്റെ ശരീരത്തിലും. എന്നിട്ട് അവൾ പ്രസവിക്കുന്നത് ജിന്നിന്റെ കുട്ടിയാവാം. പറഞ്ഞോനെന്ന് തോന്നുന്നു ഞാൻ തന്നെ ഇപ്പൊ പറഞ്ഞ് ഒരു ജിന്നിന്റെ കുട്ടിയായിട്ടുണ്ടോന്ന് പറഞ്ഞത്. ഈ നിൽക്കുന്ന ഞാൻ ജിന്നിന്റെ കുട്ടിയാണോ അല്ലേ ഉറപ്പിക്കാൻ പറ്റൂല. അങ്ങനെ അല്ലാതിരിക്കാൻ അല്ല കാക്കട്ടെ എന്നാ ഉപരി പ്രാർത്ഥിച്ചത്. അല്ലാഹ് റസൂൽ പറഞ്ഞതാ. സ്വന്തം പിതാവിനെ തിരിച്ചറിഞ്ഞിട്ടും അതിനെ നിഷേധിക്കുന്ന ആളുകളെ കുറിച്ച്. അതൊക്കെയാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം പിതൃത്വം നിഷേധിക്കുവാൻ പോലും ധൈര്യം കാണിച്ച ആളുകൾ. ഇതിന്റെ പേരിൽ, ഈ അന്ധവിശ്വാസങ്ങളുടെ പേരിൽ കൊണ്ടുവന്നത് സലഫിയത്തിന്റെ പേരിൽ എന്ന് പറഞ്ഞാൽ പഴയ അന്ധവിശ്വാസങ്ങൾ ഓരോന്ന് പുതിയ കുപ്പിയിലാക്കി പഴയ വീഞ്ഞ് വിളമ്പാൻ നോക്കിയതാണ്. അതിങ്ങനെ വിളമ്പാൻ നോക്കുന്നതിനിടയിലുണ്ടായ ചില പ്രശ്നങ്ങൾ. അതിലൊന്നാണെന്ത് നമുക്കറിയാം. സംഘടനാ പിളർപ്പിന് വേണ്ടി ഏറ്റവും അധികം പണിയെടുത്ത മൂന്നാളുകൾ. ഒന്ന് ബഹുമാനനായ അബ്ദുറഹ്മാൻ സലഫി, മറ്റൊന്ന് അദ്ദേഹത്തിന്റെ സഹോദരൻ സുബൈർ മങ്കട, മൂന്നാമത്തെ ആള് ഇപ്പോൾ പുറത്തു നിൽക്കുന്ന സക്കരിയ സുലാഹി. ഈ മൂന്നാളുകളാണ് അന്നത്തെ മൂവർ സംഘം. അവരാണ്. ഇന്നുണ്ട് പല മൂവർ സംഘങ്ങളും. ആ മൂവർ സംഘങ്ങളുടെ അവസ്ഥ എന്താ? സംഘടന പിളർന്നു 2002 ഓഗസ്റ്റ് 12. കൃത്യം ഒരു വർഷം തികയുന്ന മുമ്പ് അബ്ദുറഹ്മാൻ സലഫിയുടെ പ്രഭാഷണം ആർക്കെതിരെ അറിയോ? സ്വന്തം അനുജൻ സുബൈർ മങ്കടക്കെതിരെ. എന്താ കാരണം? സുബൈർ മങ്കട അപ്പോഴേക്കും പുസ്തകം ഇറക്കി കഴിഞ്ഞു. ഇതാണ് പുസ്തകം. സംഘടന തിന്മയാണ്, നമുക്കത് വേണ്ട. എന്താ അയാൾക്ക് മനസ്സിലായത്? അയാൾ രാഷ്ട്രീയ സംഘടനകളൊന്നും പ്രവർത്തിച്ചിട്ടില്ല, സാംസ്കാരിക സംഘടനയിൽ പ്രവർത്തിച്ചിട്ടില്ല, ഒരു ക്ലബിലും അങ്ങല്ല. ആകെ പ്രവർത്തിച്ചത് 2-3 കൊല്ലം ബഹുമാനായ APNDP നേതൃത്വം കൊടുക്കുന്ന KNM-ൽ. ആ പരിചയം കൊണ്ടാണ് അദ്ദേഹം എഴുതിയത് സംഘടന തിന്മയാണ്, നമുക്കത് വേണ്ട. എന്നിട്ട് ഈ പുസ്തകം ഇറങ്ങിയപ്പോ ഇതിന് മറുപടി ആര്? അബ്ദുറഹ്മാൻ സലഫി. അദ്ദേഹത്തിന് എന്തൊരു ശത്രുവാണല്ലോ. ആ മറുപടിയുടെ നോട്ടീസ് അത്. ഇതിന്റെ ഹെഡിങ് സംഘടന തിന്മയോ. ഡേറ്റ് അറിയണോ നിങ്ങൾക്ക്? 2003 ഓഗസ്റ്റ് മാസം 19. ആഗസ്റ്റ് മാസത്തിന് എന്തൊക്കെയോ ഒരു പ്രത്യേകത ഉണ്ട്. 2002 ഓഗസ്റ്റ് ഞങ്ങളുടെ കുട്ടികൾ പാടിയിരുന്നു, നോവാത്ത ഹൃദയങ്ങളുണ്ടോ എന്നിട്ട് പാട്ട് പാടിയിരുന്നു ഓഗസ്റ്റിനെ കുറിച്ച്. ആഗസ്റ്റ് മാസമേ ആപത്ത് മാസമേ എന്നുണ്ട്. ആ ആപത്ത് ഇങ്ങനെ മാറി മാറി വരികയാണ്. 2002 ഓഗസ്റ്റിന് നമ്മളെ പീഡിപ്പിക്കാൻ നോക്കി. 2003 ഓഗസ്റ്റ് ആകുമ്പോൾ സ്വയം പീഡനം തുടങ്ങി. 2012 ഓഗസ്റ്റ് ആയപ്പോഴൊക്കെ ഇടിയും തൊഴിയും അടിയും ചവിട്ടും കുത്തും, പുറത്തും അകത്തും ഒക്കെ പ്രശ്നം. 2012 ഓഗസ്റ്റ് 22 KK സക്കരിയ സുലൈനെ പുറത്തേക്കിട്ട് എന്ന് പറഞ്ഞാൽ 10 വർഷവും 10 ദിവസവും കൃത്യം ഒക്കെ ഓഗസ്റ്റാ. അതിനെന്തൊരു പ്രത്യേകത ഉണ്ട്. അല്ലാഹു അലം. ഇരിക്കട്ടെ. സുബൈർ മങ്കട ഈ പോക്കങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് പോയത് തരും. ഇവർ നേരെ പോയിട്ട് കാട്ടിൽ കയറി. കാട്ടിൽ കയറാൻ കാരണമുണ്ട്. മനഹജാണിത്. മനഹജിൽ പറയുന്ന എന്താ? അള്ളാഹുവിന്റെ റസൂൽ പ്രവാചകന്മാരൊക്കെ ആടിനെ മേയിച്ചിട്ടുണ്ട്, അവിടെ നമ്മൾ ആടിനെ മേയ്ക്കണം. മുഹമ്മദ് നബി ഒട്ടകപ്പുറത്താണ് യാത്ര ചെയ്തത്. നമ്മൾ കാറും ബസ്സൊക്കെ ഒഴിവാക്കണം എന്ന് പറയാതിരുന്നാ മതി. മനസ്സിലായില്ലേ? അതാണ് അവസ്ഥ. എന്നിട്ട് ആ പോക്കിൽ പോയിട്ട് എന്തൊക്കെ കിട്ടിയെന്നറിയോ? ഖുത്ബ അറബി തന്നെ ആയിരിക്കണം. ഖുർആനിന് മലയാളത്തിൽ പരിഭാഷ ഇറക്കാൻ പാടില്ല. ഖുർആൻ പരിഭാഷ കത്തിക്കണം എന്നാണ്. തീർന്നില്ല. സ്ത്രീകൾക്ക് പള്ളിയേക്കാൾ ഉത്തമ നമസ്കാരത്തിന് വീടാണ്. അവർ മുഖം മറച്ചുകൊണ്ടേ പുറത്തിറങ്ങാവൂ. മിശ്ര വിദ്യാഭ്യാസം നടക്കുന്ന സ്ഥാപനങ്ങളിൽ പഠിക്കാനോ പഠിപ്പിക്കാനോ പാടില്ല. അങ്ങനെ നമ്മൾ എന്തെല്ലാം ഇവിടെ കൊണ്ടുവന്നോ അതൊക്കെ പൊളിക്കാം, എന്തെല്ലാം വലിച്ചെറിഞ്ഞോ അതൊക്കെ കൊണ്ടുവരിക. അതിലൂടെ വന്ന മുതലാണെന്ത് ഇപ്പോഴുള്ള പുതിയ വിവാദങ്ങൾ. സുബൈർ മങ്കട കാട്ടിലേക്ക് പോയി തരക്കെടില്ലാന്ന് തോന്നി മൂപ്പർ അവിടെ കൂടി. ആ കൂട്ടത്തിൽ മനഹജ് തെരഞ്ഞ് സക്കരിയ സുലായി കൂടെ പോയി. അദ്ദേഹത്തിന് കാട്ടിൽ ചെന്നിട്ട് ഒരു അറ്റം കിട്ടില്ല. മനസ്സിലായില്ലേ? പണ്ടൊരു വാപ്പി മോനും കൂടി കാട്ടിൽ കുടുങ്ങിയിട്ട് മുമ്പിൽ ഇങ്ങനെ വലിയൊരു സിംഹം ഇങ്ങനെ വന്ന് നിൽക്കുക. അപ്പൊ മകൻ ബേജാറായിട്ട് വാപ്പാനോട് ചോദിച്ചു, അല്ല വാപ്പൻ ഞാൻ നമ്മൾ ചെയ്യാന്ന്. അദ്ദേഹത്തിന് മറുപടി, നമ്മളൊന്നും ചെയ്യണ്ട, ഒക്കെ സിംഹം ചെയ്തോളും. അതിനിപ്പോ ഏതാണ്ടൊക്കെ ചെയ്യാൻ ചില ആൾക്കാരുണ്ട്. ഇപ്പോ അരിശാലാൻ പറയാം. സക്കരിയ സുലാഹി എന്ത് ചെയ്തു? ഈ പോക്ക് നേരാണ്ട് പോയിട്ട് കാടും വിട്ട് പിന്നെയും കുറച്ചുകൂടി മുന്നോട്ട് പോയി. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ എത്തിച്ചേർന്നത് ആരും ഇല്ലാത്തൊരു സ്ഥലത്താ. ആ സ്ഥലത്തിന് നമുക്ക് പേരിടാം വിജനമായ ഭൂമി.
വിജനമായ ഭൂമി. ആ വിജനപ്രദേശത്ത് എത്തിപ്പെട്ടിരിക്കുന്ന അദ്ദേഹം ഒരു ഗവേഷണം നടത്തി. ഡോക്ടറേറ്റ് കിട്ടണ്ടേ? ആ ഗവേഷണത്തിലൂടെ കണ്ടെത്തി ഇതിങ്ങനെ പ്രത്യക്ഷത്തിൽ വിജനമാണെങ്കിലും മനുഷ്യന്മാരെ മാത്രമേ ഇവിടെ ഇല്ലാത്തുള്ളൂ. മറ്റു പല ജീവികളും ഉണ്ടാകാം. അതിൽ ജിന്നുകൾ ഉണ്ടാവാം, മലക്കുകൾ ഉണ്ടാവാം. അവർക്കൊക്കെ പല കഴിവുകളുമുണ്ട്. ആ കഴിവുകളിൽ നിന്ന് നമ്മളെ സഹായിക്കുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ തേട്ടം ആ വഴിക്കുമാവാം. ചിന്തിച്ചു തുടങ്ങി. ചിന്തിച്ചു എന്ന് മാത്രമല്ല, അത് പഠിച്ചു. പഠിച്ചു എന്ന് മാത്രമല്ല, പകർത്തുക മാത്രമല്ല, പ്രചരിപ്പിച്ചു. പ്രചരിപ്പിക്കുക മാത്രമല്ല, പ്രവർത്തകരെ കൊണ്ട് അംഗീകരിപ്പിച്ചു. അതിന് ക്യാമ്പയിൻ നടത്തി. സ്വന്തം സർക്കാർ ജോലി ഏതാണ്ട് 5 വർഷത്തിലധികോ അല്ലെങ്കിൽ അതിനടുത്തായി ലീവ് എടുത്തിട്ട് 2 ഭാര്യമാരെയും കുട്ടികളെയും പോറ്റാൻ ഒരു സർക്കാർ ജോലി കൊണ്ട് മതിയാകാത്ത കാലത്തുള്ള ജോലിയും കൂടി ലീവ് എടുത്ത് നിൽക്കണമെങ്കിൽ സംഗതി മനസ്സിലാവുമല്ലോ. ഇതിനൊക്കെ പിന്നിൽ മൻഹജിന്റെ പിന്നിൽ വേറെയും ഉണ്ടെന്നർത്ഥം. അങ്ങനെ ആ ജോലി ലീവ് എടുത്ത് നാട് നീളെ നടന്നു. കേരളത്തിലും വിദേശത്തും ഓടി നടന്ന് ഈ വ്യതിയാനങ്ങളെ കൃത്യമായി പഠിപ്പിച്ചു. ഏതാണ്ട് ചെറുപ്പക്കാരെ കംപ്ലീറ്റ് കയ്യിലായി. അപ്പോഴാണ് നേതാക്കന്മാർ ഇങ്ങനെ നോക്കുന്നത്, ഇനി ഇരുന്ന കസേരന്റെ അടിയിൽ നിന്ന് മണ്ണ് മാന്തും. ആ മണ്ണ് മാന്തുന്ന് ഉറപ്പായപ്പോഴാ അവിടുന്ന് ഇങ്ങനെ ആട്ടും തുപ്പൊക്കെ തുടങ്ങിയത്. അതുവരെ മുന്തിയ ആൾക്കാരായിരുന്നു, നല്ല മുതലാ, ഒരു കുഴപ്പമില്ല, ഷാർ. മൻഹജ് എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഒരു താല്പര്യമായിരുന്നു. മൻഹജ് എന്ന പേരിൽ നല്ലോണം വരട്ടി പൊരിച്ച് ഉഷാറാക്കി കൊണ്ടുവന്ന മുതല് നമ്മൾ പണ്ട് വലിച്ചെറിഞ്ഞിരിക്കുന്ന, ഓടയിലേക്ക് തള്ളിയിരിക്കുന്ന അന്ധകാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, വൃത്തികേടുകൾ, അതാണ് മൻഹജ് എന്ന പേരിൽ ഇറക്കുമതി ചെയ്തത്. ആ മൻഹജ് സ്വീകരിക്കാത്തതിന്റെ പേരിൽ എല്ലാവർക്കും പടിയാണ്. ഇപ്പം സക്കരിയ സുലാഹി അവരുടെ കേനമ്മനെ കുറിച്ച് പറഞ്ഞാൽ എന്താ അറിയോ? പണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ ഉള്ള കാലത്ത് നമ്മളെല്ലാവരും കൂടി കൂടിയിട്ട് അവർക്കെതിരെ തിരിഞ്ഞു. അവർ പോയപ്പോഴോ പിന്നെ നമ്മൾ തമ്മിൽ തല്ലാൻ തുടങ്ങി. അപ്പോഴാണ് മഹാകവി VP എഴുതിയത്, ഇക്കണ്ടതാണ് ഇന്ത്യ എങ്കിൽ എന്തിന് നമ്മൾ തല്ലിയോടിച്ചു അന്നാ സാഹിബിനെ. സമാനമായ പുതിയ കവിതകൾ സക്കരിയ സുലാഹി രചിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കേട്ടോക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സലഫി മൻഹജിന്റെ പേരിലാണ് ഈ മടവൂർ വിഭാഗവുമായി വിട്ടുപിരിഞ്ഞ് ഇപ്പറഞ്ഞത്. ഇപ്പൊ എന്താ സംഭവിച്ചാൽ മടവൂർ വിഭാഗം എന്താണോ പറഞ്ഞിരുന്നത് 5-8 കൊല്ലം മുമ്പ്, അത് ഇപ്പൊ നമ്മൾ ആളുകൾ വര തെറ്റാതെ അക്ഷരം പ്രതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കവി ചോദിച്ചില്ലേ, ഇക്കണ്ടതാണ് ഇന്ത്യയെങ്കിൽ എന്തിനു നാം തല്ലിയോടിച്ചു ആ സായിപ്പിനെ, ഇക്കണ്ടതാണ് KNM എങ്കിൽ എന്തിനു നാം തല്ലിയോടിച്ചു ആ പാവങ്ങളെ. എന്തിനു തല്ലിയോടിച്ചു? അവര് പറഞ്ഞ അതേ കാര്യങ്ങൾ ഇപ്പോ അതിനേക്കാൾ കുറച്ചുകൂടി ശക്തിയിലാണ് ഇപ്പൊ ആളുകൾ പറയുന്നത്. മനസ്സിലായല്ലോ? ഇപ്പൊ നമ്മൾ പാവങ്ങളായി. അതാണ് ഇതിലെ കണ്ടുപിടുത്തം, പുതിയ ഗവേഷണങ്ങളാണ്. മുമ്പെന്താ, വളണ്ടിയർ കോറിന്റെ ഗുണ്ടകൾ, ഭീകരന്മാർ നട്ടപ്പാതിര സമയത്ത് വല്ല മലമുകളിലും കയറി മെഴുകുതിരിവട്ടത്തിൽ ഈ സംഘടന പിടിച്ചടക്കുവാനുള്ള ഗ്രൂപ്പ് യോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരന്മാർ എന്ന് നമ്മളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അതേ നാവ് പറയപ്പന്ത് പാവങ്ങളാണ്. എന്തിനാ അവരെ തല്ലിയോടിച്ചത്? ഇതേ ആള് മുമ്പ് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ അറിയോ? ഹുസൈൻ മടവൂരും ടീമിനെയും മാറ്റി നിർത്തി സംഘടന പിളർന്നത് അത് ആഘോഷിക്കണം, അൽഹംദുലില്ലാ എന്ന് പറയണം, അത് അനിവാര്യമാണ്, ദുഃഖിക്കേണ്ട യാതൊരു കാര്യമല്ല. ആ ഭാഗം നിന്ന് വിട്ടോക്കും. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇടക്കാലത്തുണ്ടായ അനിവാര്യമായ പിളർപ്പ്, ചില ആളുകൾ പറയും ഖേദകരമായത്. ഒരു ഖേദവും ഞാൻ കയ്യിലില്ല, ഒരു ഖേദമല്ല. ഞങ്ങൾ മനസ്സിലായിക്കോളി, ഖേദകരെന്ന് പറയേണ്ട ഒരു ഖേദമല്ല, അൽഹംദുലില്ലാ എന്നാ പറഞ്ഞത്. ഇപ്പൊ കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുക, അതൊക്കെ പോയല്ലതെന്ന് അൽഹംദുലില്ലാ എന്നാ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഇദ്ദേഹം പ്രസ്ഥാനത്തിലെ പിളർപ്പ് അനിവാര്യമാണ്, ഖേദിക്കേണ്ട യാതൊരു പ്രശ്നമില്ല, അള്ളാനെ സ്തുതിക്കുകയാണ് വേണ്ടതെന്നാ. മറ്റൊരാളുണ്ട്, അയാൾ പറഞ്ഞെന്തായോ, അനുഗ്രഹീതമാണ്. ഞാൻ ആലോചിക്കുകയാണ്, നീലക്കുറിഞ്ഞു പൂക്കുന്ന കാലം, ഒരു വ്യാഴവട്ടക്കാലം, മുജാഹിദ് പ്രസ്ഥാനം അനിവാര്യമായ അനുഗ്രഹീതമായ ഒരു പിളർപ്പ് നേരിട്ടപ്പോ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, അതൊരു ദുരന്തമല്ല, അതൊരു സന്തോഷമായിരുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വസന്തമായിരുന്നു മടവൂരികളുമായുള്ള നമ്മുടെ പിളർച്ച. അതിൽ സന്തോഷിക്കേണ്ടവനാണ് ഓരോ ഈമാനുള്ളവനും. ഇപ്പൊ ഈമാൻ തീരുമാനിക്കുന്നത് പിളർപ്പിൽ സന്തോഷിക്കുന്നുണ്ടല്ലേ നോക്കിയിട്ടാണ്. പിളർപ്പിൽ സന്തോഷിക്കുന്നവരാണ് ഈമാനുള്ളത്. അത് അനുഗ്രഹീതമാണ്. എന്ത് കുറിഞ്ഞാ പൂക്കെന്ന് പറഞ്ഞ ഒരു വ്യാഴവട്ടം കൊണ്ട് നീലക്കുറിഞ്ഞ്, അത് പൂക്കുന്ന പോലെ. എനിക്ക് മനസ്സിലായില്ല എന്താന്നുള്ളത്, അത്ര സാഹിത്യം നമുക്ക് തിരിയില്ല, മനസ്സിലായില്ലേ? അതുപോലെയാണ് ഈ പിളർപ്പ്, നീലക്കുറിഞ്ഞ് പൂക്കുന്ന പോലെ ഉണ്ടായതാണ് പോലും.
ആ പിളർപ്പ് അനുഗ്രഹീതമാണ്, അനിവാര്യവുമാണ്. ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, പിളർപ്പ് കൊണ്ടുള്ള അനുഗ്രഹം എന്താ? അല്ലാഹു പറഞ്ഞെന്താ? ഫസ്ബഹതും ബിനിഅമതിഹി ഇഖ്വാനാ. നിങ്ങൾ അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഒന്നായി, സൗഹൃദത്തിലായി എന്ന് അല്ലാഹു പറഞ്ഞത്. ഇവിടെ പിളർപ്പ് കൊണ്ട് അനുഗ്രഹം ഉണ്ടായ ചില അനുഗ്രഹങ്ങളുണ്ട്, നമുക്കറിയാം, വേറെ പറയാം. ഇതൊക്കെ ഈ രൂപത്തിൽ വിളിച്ചു പറയുമ്പോഴും അതിന്റെ പിന്നാലെ കൂടാനും ആളുണ്ട്. എന്നാൽ അങ്ങനെ അനുഗ്രഹീതമെന്ന് പറയപ്പെടുന്ന പിളർപ്പ് കഴിഞ്ഞു. ആ പിളർപ്പിന് ശേഷമുണ്ടായ പ്രശ്നങ്ങളിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? അന്ന് പണി ഞാൻ പറഞ്ഞല്ലോ, എല്ലാ സ്ഥാപനങ്ങളും എങ്ങനെ പിടിച്ചടക്കാം, കയ്യൂക്ക് വേണേ കയ്യൂക്ക്, അധികാരമാണെങ്കിൽ അധികാരം, ഏത് രൂപത്തിലാണെങ്കിലും ഇപ്പോഴും അതേ പണി നടക്കുന്നു. ഇപ്പോ സക്കരിയ സുലാ പറഞ്ഞോ, സക്കരിയ സുലാഹിന്റെയും ടീമിന്റെയും കയ്യിൽ നിന്ന് പള്ളി മദ്രസയൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സംസ്ഥാന നേതാക്കന്മാർ വിളിച്ചു പറഞ്ഞിട്ട് പോലും എല്ലാവരും അവനവന്റെ നാട്ടിൽ ആധാരമൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ വെക്കണം, ആധാര ക്യാമ്പയിൻ കേട്ടോളൂ. അതെല്ലാം പോയി സ്ഥാപനവൽക്കരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് സംഘടനയും സംഘടനാ സംവിധാനങ്ങളും മാറ്റിക്കൊണ്ടുപോകാൻ ചില കോക്കസുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളില്ലെങ്കിൽ വേണ്ട, നമുക്ക് സംഘടന സ്ഥാപനങ്ങൾ നമ്മളെ കയ്യിലുണ്ടായാൽ മതി. പണ്ട് പോയത്തക്കാരനായ ഒരു മുതലാളി പറഞ്ഞില്ലേ, പെട്ടി കള്ളം കൊണ്ടുപോയിട്ടെന്താ, താക്കോൽ എന്റെ കയ്യിലല്ലേ എന്ന് പറഞ്ഞതുപോലുള്ള ഒരവസ്ഥയിലേക്കാണ്. ആളില്ലെങ്കിലും വേണ്ടില്ല, പള്ളിയും മറ്റൊക്കെ ഇപ്പൊ ഭയങ്കരമായ ആധാരം പിരിക്കണ പണിയാ. എല്ലാം ഇടക്കിടക്ക് ആധാരം തരണം. അവർക്ക് ഇപ്പൊ ആധാരം മതി, ആളുകൾ ആവശ്യമല്ല, സംഘടന ആവശ്യമല്ല, ആദർശ ആവശ്യമല്ല, ആധാരം തരി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഈ ആധാരം വാങ്ങി വെക്കുന്നത്? നമ്മൾ നമ്മുടെ നാട്ടിൽ ഒരു പള്ളി ഉണ്ടാക്കാൻ പണം പിരിച്ച ആളുകളൊക്കെ കൈകാട്ടി അല്ലേ? നമുക്കറിയാം, 2-3 ദിവസത്തേക്ക് പെട്ടിയെടുത്ത് പോവുകയാണ്, പള്ളിയിൽ കിടക്കുകയാണ്, നേരം വെളുത്ത് വീടുകളിൽ പോയി പിരിക്കുന്നു, പിന്നെ അവിടെ കിടക്കുന്നു, അടുത്ത പള്ളിയിൽ പോകുന്നു. ഇങ്ങനെ സാധാരണക്കാരും മൗലവിമാരും ഒക്കെ ആളുകളോട് കൈനീട്ടി ഉണ്ടാക്കിയ പള്ളിയും മദ്രസും അതിന്റെ ആധാരം തരി ഞങ്ങൾക്ക് ഭരിക്കണം അവിടെ എന്നാണ്. ഈ രീതിയിലേക്കുള്ള ഒരു സ്വഭാവം ആയി മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് വളരെ ഖേദകരം. ഇപ്പൊ എല്ലാം ഖേദകരമാണ്. അന്നോ ഒരു ഖേദവുമില്ല. ഇപ്പൊ ഖേദം മാത്രം. അടുത്ത ഖേദം കേട്ടോളൂ. എന്താ ഖേദം? API യും TPI ഒക്കെ കസേരമന് ഇരുത്താൻ വേണ്ടി കുറെ പണിയെടുത്തിട്ടുണ്ട്. അതാണല്ലോ ഇപ്പൊ സംഭവിച്ചത്, അല്ലേ? ഞാൻ പലപ്പോഴും ചോദിച്ചു, എനിക്ക് KNM മെമ്പർഷിപ്പ് നിഷേധിച്ചു ഇക്കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പില്. ഞാൻ ചോദിച്ചു APയോടും TPയോടും, ഞാൻ നിങ്ങളൊപ്പല്ലേ നിന്നത് സംഘടന പിളർന്നപ്പോ? നിങ്ങളുടെ ഈ കസേര ഭദ്രമാക്കുന്നതിൽ എനിക്കുമുണ്ടല്ലോ ഒരു പങ്ക്. പക്ഷെ ആ കസേര അമർത്തി കഴിയുന്നത്ര വേദനിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുക എന്നാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. ആരൊക്കെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ അവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. ഒരു കോക്കസ്, ഒരു ഉപജാപക സംഘം, അങ്ങനെ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. അങ്ങനത്തെ ഒരു സംഘമാണ് പലപ്പോഴും ഇത്തരം കോക്കസ് കളികൾ സംഘടനയിൽ മനസ്സിലായല്ലോ? ഇയാള് ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചെന്തിനാ? APയുടെയും TPയുടെയും ഒക്കെ കസേര ഭദ്രമാക്കാൻ. അത് ഭദ്രമായി കഴിഞ്ഞപ്പോ അവരെ മേലെ അമർന്നിരുന്നിട്ട് അതിന്റെ അടിയിൽ ഇയാളെ കാല് ഒടുങ്ങിയോന്നറിയില്ല, പീഡിപ്പിക്കുകയാണ്, വേദനിപ്പിക്കുകയാണ്, കഷ്ടപ്പെടുത്തുകയാണ്. എന്തോ ഒരു വിഷമം. അനുഗ്രഹീതല്ലേ, അനിവാര്യല്ലേ, അൽഹംദുലില്ലാഹ് എന്ന് പറയേണ്ടതല്ലേ? തീർന്നില്ല. അടുത്ത പ്രയാസം എന്താ അറിയോ? ഇയാളെ കരിവേപ്പില പോലെ പുറത്തേക്ക് കിട്ടും. കേട്ടോളൂ. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നത് അപ്പുറമാണ്. ഞാൻ എന്തിനപ്പുറത്തുന്നത്? ഇപ്പുറത്തുള്ള നേതാക്കന്മാരുടെ സ്വഭാവ മഹിമയും മാഹാത്മ്യവും ഒക്കെ കണ്ടിട്ട് നിന്നതാ, അല്ലെങ്കിൽ ഓഫർ കിട്ടിയിട്ട് നിന്നതാ? അല്ലല്ലോ. അവർ പലരും നമ്മളെ പിന്നാലെ വന്നതാ. നമ്മൾ മുമ്പിലും അവർ ബാക്കിലുമാ. നമ്മൾ അവരെ പിന്നാലെ കൂടിയതല്ല. എന്തിനായിരുന്നു അത്? അപ്പുറത്തിന്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇന്ന് മടവൂർ വിഭാഗത്തിലുള്ളത്. കാരണം ഞാൻ ISMന്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവും ജില്ലാ പ്രസിഡന്റും ജില്ലാ സെക്രട്ടറിയും ഒക്കെയായി അത് എക്കാലത്തും അതിനൊപ്പം നിന്ന ആളാണ്. പക്ഷേ ആദർശം അവരെ കയ്യിലില്ല. അവരെ കൂടെ പോയാൽ സ്വർഗത്ത് പോകാൻ പറ്റൂല എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമാണ്. നമുക്ക് ഹുസൈൻ മടവൂരിനോടോ അസ്ഗർ അലിയോടോ അബൂബക്കർ കാരക്കുന്നിനോടോ ഒരു വ്യക്തിവിദ്വേഷമല്ല. അവരെ ലൈന് ശരിയല്ല, ആദർശം ശരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇവരോടൊപ്പം നിന്നത്. ഒരുപാട് പഴി കേട്ടു, ത്യാഗങ്ങൾ സഹിച്ചു, കഷ്ടപ്പെട്ടു. സംഘടന ഭദ്രമായി, സ്ഥാപനങ്ങൾ ഭദ്രമായി, എല്ലാം ഭദ്രമായപ്പോൾ കാര്യം കഴിഞ്ഞു, കറിവേപ്പില പുറത്ത്. ഞാനൊന്നും പറയുന്നില്ല. ഇനി ഇതിന്റെ ഇടക്ക് വേറൊരാള്, ഒരു ഇടക്കാല പുറത്താക്കലുണ്ടായിരുന്നു. അയാളെ പ്രതികരണം എന്താരോ? ആദം നബിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയില്ല, അതിനേക്കാളും വലിയാണോ അപ്പൊ ഇതെന്ന്? കേട്ടോളി കളി. നിങ്ങൾക്ക് വേറെ പണിയില്ലേ എങ്ങനെ? എന്തൊരു ദുര്യോഗമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇനി മനുഷ്യരൊക്കെ തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്താ?
ഒരാളെ വീട്ടിൽ നിന്ന് പുറത്താക്കി എന്ന് കേട്ടു. എന്തിനായിരുന്നു? ഞാൻ 5 നേരം നിസ്കരിച്ച് താടി നീട്ടിയപ്പോ എന്റെ വാപ്പയമ്മയും പുറത്താക്കി. അതൊരു പുറത്താക്കല അല്ലേ? അതൊരു പുറത്താക്കല. ഒരാളെ സ്കൂളിൽ നിന്ന് പുറത്താക്കി, അതൊരു പുറത്താക്കല. ഒരാളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് ഒരാളെ സ്വർഗത്തു നിന്ന് പുറത്താക്കി. അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇസ്ലാമിൽ. ആദം നബീനെ അള്ളാന്റെ കൈകൊണ്ട് അള്ള പടച്ച ആദം നബി മഹത്വ ശ്രേഷ്ഠത നൽകി. ആ മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. ആദം നബിക്ക് ശ്രേഷ്ഠത നൽകി. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഏറെ ബർക്കത്തുകൾ നൽകി. സ്വർഗത്ത് താമസിപ്പിച്ചു. അവിടുന്ന് അള്ള പുറത്തേക്ക് പോകാൻ പറഞ്ഞു. എന്തിന്? കുറെ കൂടെ മെച്ചപ്പെട്ട് തിരിച്ചു വരാൻ അല്ലേ? അതിന് കീഴ്വഴക്ക് ഇസ്ലാമിലുള്ള. ഇനി അങ്ങനെ ഉണ്ടായി പുറത്തു പോയി എന്ന് വിചാരിക്കുക വലിയൊരു ബാധക അല്ല. ആദം നബീനെ അള്ള സ്വർഗത്തു നിന്ന് പുറത്താക്കിയില്ല കൂട്ടരെ. ഇവിടെ കേരള നേതൃത്വത്തിൽ മുജാഹിദിന് ആരും പുറത്തു പോയിട്ടില്ല. അതൊക്കെ നിങ്ങളെ പൂതി പറയാ. ഞങ്ങൾ രണ്ടാളും പോയി കിട്ടി നിങ്ങളെ തോന്നിയാസം ഇനി കൂടുതൽ ചെയ്യാലോ അതിന് ഞങ്ങൾ സമ്മതിക്കാറില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ആഘോഷം ഉണ്ടായി. നിങ്ങൾക്ക് മാത്രമല്ല ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വിരോധ സംഘടനകളിലൂടെയൊക്കെ സകല തോന്നിയാസത്തെയും ജനങ്ങൾക്ക് പൊളിച്ചെഴുതി ഭയപ്പാടില്ലാതെ കാണിച്ച രണ്ടാൾക്കെതിരെ നിങ്ങൾക്ക് ആനന്ദമുണ്ടായി. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇത് അതിൻ്റെതായ സവിശേഷതയിൽ മുന്നോട്ട് നീങ്ങും അള്ളാന്റെ ബർക്കത്തോടെ. നിങ്ങൾ പൂതി പറഞ്ഞോളി. അങ്ങനെയൊക്കെ പൂതി. സംഘടനയെന്ന് ആരെയും പുറത്താക്കിയിട്ടില്ല, അങ്ങനെ സംഭവിക്കൂല, ഒരു കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെയാണ് ഇയാള് പറയുന്നത്. എന്നാൽ ഇയാളെക്കാൾ ഗംഭീരമായി ഇത് പറഞ്ഞ വേറൊരാളുണ്ട്. നിങ്ങളെ നാട്ടുകാരനാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അയാൾ പറയുന്നത് എന്താ? ഈ കഴിഞ്ഞ ജനുവരി എന്ന് പറഞ്ഞാൽ 2012 ജനുവരി 1-ാം തീയതി കോഴിക്കോട് ജില്ലയിലെ ചാലിയത്ത് അദ്ദേഹത്തിന്റെ പ്രത്യേക പ്രഭാഷണം, ഈ ഇടക്കാലത്തിന്റെ ഇറങ്ങലാണത്. ആ ഇറങ്ങിയിട്ട് ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു എന്താരോ, മുജാഹിദ് പ്രസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്ന് കരുതി ആരും മനപ്പായസം ഉണ്ടണ്ട. സക്കരിയ സുലാഹി വേറെ, അബ്ദുറഹ്മാൻ സലഫി വേറെ, സംഘടന പ്രശ്നത്തിലാണ്, അടിചികിത്സയാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപങ്ങൾ ഉന്നയിച്ച് മനപ്പായസം ഉണ്ടണ്ട, പച്ചക്കള്ളമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ നീട്ടി വലുത് പറയുന്നുണ്ടെന്ന് കേട്ടാളി. ആദർശ ദൃഢതയുള്ളവരാകണം. ഊഹാപോഹങ്ങൾ കൊണ്ട് പലരും നടക്കുന്നുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം ഇതാ പിളരാൻ പോവുകയാണ്. അബ്ദുറഹ്മാൻ സലഫി വേറെയാണ്, സക്കരിയ സലാഹി വേറെയാണ് എന്നും പറഞ്ഞ് സക്കരിയ സലാഹി ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നയാളാണെന്ന് പച്ചക്കള്ളം സക്കരിയ സലാഹിയുടെ പേരിൽ പറഞ്ഞ്, അതുപോലെ തന്നെ ഒട്ടേറെ കളവുകൾ പണ്ഡിതന്മാരുടെ പേരിൽ പറഞ്ഞ് തമ്മിൽ തല്ലിച്ച് രണ്ടാക്കാൻ നോക്കുന്ന കുബുദ്ധികളെ, മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന ആ വഴിയിലേക്ക് നീങ്ങില്ല. കേരള ജംഇയ്യത്തുൽ ഉലമ അതിനുറച്ച തീരുമാനങ്ങൾ അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഒപ്പിട്ട പണ്ഡിതന്മാരുണ്ട്. അവർക്കാർക്കും ഒരു തർക്കവുമില്ലാതെ വെറുതെ അവരുടെ പേരിൽ നിങ്ങൾ ഓരോന്ന് വിളിച്ചു പറയണ്ട. അടിച്ച് ചികിത്സിക്കണമെന്നാ പറയുന്നത്, അടിക്കണമെന്ന് ആ രൂപത്തിൽ ആരാണത് പറയുന്നത്? ആർക്കും ആ വാദം കേരള ജംഇയ്യത്തുൽ ഉലമയിലില്ല. പുസ്തകം നിങ്ങൾക്ക് ലഭ്യമാണ്. ഈ രൂപത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ജീവൻ പോയ പല സംഘടനകൾക്കും ഒരിത്തിരി ജീവൻ കിട്ടാനുള്ള ശ്രമമുണ്ടെങ്കിൽ അത് നടക്കൂല. പ്രവർത്തകന്മാര് വളരെ ഉത്സാഹത്തോടുകൂടി വളരെ ആത്മാർത്ഥതയോടുകൂടി പടച്ച റബ്ബിന്റെ ഗ്രന്ഥം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അതേ സ്ഥിരപ്പെട്ട ഒരു ഹദീസുകളെയും നിഷേധിക്കാതെ, ബുഖാരി എന്ന് അറബി ഭാഷയിൽ പറയാൻ പോലും വിവരമില്ലാത്ത വിവരദോഷികളാണ് ബുഖാരിയിലെ ഹദീസുകളെ തള്ളിക്കളയുന്നതെങ്കിൽ, അതേ ആദർശം കൊണ്ട് മുജാഹിദിന്റെ ചുണക്കുട്ടികൾ നിങ്ങളെ നേരിടുമെന്നേ പറയാനുള്ളൂ. അതേ ആവർത്തിച്ചോർമ്മപ്പെടുത്തുന്നു, ഇൽമാണ് ആയുധം, ഇൽമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ആ അറിവ് നേടിക്കഴിഞ്ഞാൽ അതേ ഒരു പിശാചിനും നമ്മെ ഭിന്നിപ്പിക്കാനാവില്ല. അതുകൊണ്ട് ആദർശത്തിന് വലിയ വില കൽപ്പിച്ചുകൊണ്ട്, പ്രമാണങ്ങൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ഒന്നിച്ച് മുന്നോട്ട് പോയാൽ ഖബറിൽ സമാധാനമുണ്ട്, മഹ്ശറിൽ മോക്ഷമുണ്ട്, സ്വർഗത്തിൽ അത്യുന്നതമായ സ്ഥാനമുണ്ട്. ആ സ്ഥാനം കിട്ടണമെങ്കിൽ അതിനാണ് ഞാൻ നേരത്തെ പറയുന്നത്, ഇതുപോലെയുള്ള സംരംഭങ്ങൾ ഉപയോഗപ്പെടുത്തണം. അത് ഉപയോഗപ്പെടുത്തണം എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുക.
പറയുകയാണ്, അതേ ഈ സംരംഭത്തിന് സഹായം ചെയ്ത ആളുകളുണ്ട്, ഇതിനു വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിച്ച ആളുകളുണ്ട്. അവർക്കാർക്കും ഭൗതികമായ താല്പര്യങ്ങളില്ല. ഈ നാട്ടുകാർക്ക് സത്യത്തിന്റെ സന്ദേശം അവർക്ക് എത്തിച്ചു കൊടുക്കണം. അതിനാണല്ലോ ഒരു സെന്റർ പോലും സ്ഥാപിതമായി അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. നിങ്ങളത് മനസ്സിലാക്കണം. തെറ്റിദ്ധരിച്ച ആളുകൾ മാറി നിൽക്കാതെ മനസ്സിലാക്കണം. സത്യത്തെ കുറിച്ച് അന്വേഷിക്കണം. വാശി വഴിയണം. അതേ വാശിയും വൈരാഗ്യവും ഒക്കെ എവിടം വരെയാണ് പ്രിയമുള്ളവരെ? മരണത്തോടെ എല്ലാം അവസാനിക്കുന്നു. എവിടെയാണ് പിന്നെ വാശി, എവിടെയാണ് വൈരാഗ്യം? മറിച്ചതിന്റെ എല്ലാ തിക്തഫലങ്ങളും മരണം മുതൽ ആരംഭിക്കുന്നു. അതുകൊണ്ട് സ്നേഹത്തോടെ ഈ കാര്യങ്ങൾ നിങ്ങൾ അടുത്തു വരൂ, പരിചയപ്പെടൂ. മുസ്ലിയാക്കന്മാര് കേൾക്കരുതെന്ന് പറയുന്നത് അവർക്ക് ചില കോട്ടങ്ങൾ ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് കോട്ടമില്ലല്ലോ. നിങ്ങൾക്ക് നേട്ടമല്ലാതെ നിങ്ങൾക്ക് കിട്ടാനുള്ളത് സ്വർഗമാണ്. നിങ്ങൾക്ക് കിട്ടാനുള്ളത് പരലോക നേട്ടമാണ്. അതിലേക്ക് വരണം. ഇത് 2012 ജനുവരി 1 ഇദ്ദേഹം പ്രസംഗിച്ചാണ് ചാലിയത്ത്. നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ, ഓരോരുത്തരുടെയും മുഖമൂടികൾ അത് ശരിക്ക് നമുക്ക് തന്നെ പൊളിച്ചെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ 6 വർഷമായി സക്കരിയ സുലായിക്ക് സമയം കൊടുത്തിട്ടുണ്ട്. ആര്? സംസ്ഥാന പ്രസിഡന്റ് കടലുണ്ടിന്ന് വന്നിട്ട്. തൊട്ടിപ്പുറത്ത് ചാലിയത്ത് ഇയാൾ പറയും യാതൊരു പ്രശ്നവും സംഘടനയിലില്ല. സക്കരിയ സുലായിക്ക് ഇങ്ങനത്തെ വാദമില്ല, അബ്ദുറഹ്മാൻ സലഫിക്ക് അങ്ങനത്തെ വാദമില്ല, സംഘടനയിൽ യാതൊരു പ്രശ്നമില്ല, സംഘടന പിളരുമെന്ന് ആരും കരുതണ്ട, ആരെയും പുറത്താക്കണ പ്രശ്നമില്ല, അങ്ങനെ ഭിന്നിപ്പിക്കുവാൻ വേണ്ടി നോക്കണ്ടാണ്. എന്തൊക്കെ പ്രശ്നങ്ങളാ, എവിടെ പ്രശ്നമില്ലാത്തത്? പല സ്ഥലത്തെ അവസ്ഥ എന്താണ്? ഏറ്റവും മിനിമം പറയാം, ഇപ്പൊ നല്ലൊരു പെരുന്നാളൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഇവിടെ ഒരു ഈദ്ഗാഹ് ഉണ്ടാക്കിയാൽ ഈ നാട്ടിൽ നിന്ന് കുറെ ആൾക്കാരാണ് അപ്പുറത്ത് കൊണ്ടു, അതേ സമയത്ത് ആ നാട്ടിൽ നിന്ന് കുറെ ആൾക്കാർ പുറത്ത് വരുന്നതാണ്. ഇത് ഭയങ്കര തമാശയാണ്. ഈ പിന്നെ ഇവരുടെ ഒരാൾ നടത്തുന്ന ഒരു സ്കൂളുണ്ട്. ആ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ കുറെ ആൾക്കാർ എന്ത് ചെയ്തു, ഒരു 2 വ്യക്തികൾ തമ്മിലുള്ള വിഷയമാണ്. ഒരാൾ എന്ത് ചെയ്തു, ആ സ്കൂളിലുള്ള മാക്സിമം കുട്ടികളോട് പിൻവലിച്ചിട്ട് അയാളുടെ നാട്ടിലുള്ള വേറെ സ്കൂൾ കൊണ്ടാക്കി. ഇയാൾ രാവിലെ ഓട്ടോറിക്ഷ ആക്കും പിന്നെ അവിടുത്തെ കുട്ടികളെ വരിക്കാൻ ഇവിടെ കൊണ്ടാക്കാൻ. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു, അയാളുടെ നാട്ടിൽ പോയിട്ട് കുറെ കുട്ടികളെ ഓട്ടോറിക്ഷ ഇങ്ങോട്ടും കൊണ്ടുവരും. എന്ന പോലെയാണ് ഇപ്പൊ പല പള്ളിയിലും പല സ്ഥലത്തും. അത് സ്വദേശത്തുണ്ട് വിദേശത്തുണ്ട്. കുറെ ആൾക്കാർ ഈ പള്ളിയിലെ കുത്തുബ സൈക്കേറ്റ് അങ്ങോട്ട് പോകും, മറ്റേ അവിടുത്തെ സൈക്കേറ്റ് ഇങ്ങോട്ട് വരും. അങ്ങനെ ഓരോ സ്ഥലത്തും പ്രശ്നങ്ങൾ തുടങ്ങി എത്ര കാലമായി? ഞാൻ പറഞ്ഞില്ല, എവിടെ നിങ്ങൾക്ക് സമാധാനം ഉള്ളത്? ഇസ്ലാഹി സെന്ററുകളിൽ സമാധാനം ഉണ്ടോ? വിദേശത്ത് എവിടെയെങ്കിലും സമാധാനം ഉണ്ടോ? സ്വദേശത്ത് എവിടെയെങ്കിലും സമാധാനം ഉണ്ടോ? ആ സംസാരിച്ച ചാലിയത്ത് വല്ല സമാധാനം ഉണ്ടോ? തൊട്ടടുത്ത കടലുണ്ടിയിൽ വല്ല സമാധാനം ഉണ്ടോ? എവിടെയുള്ളത്? എന്നിട്ട് പറയാം ഒരു പ്രശ്നമല്ല, ഒന്നും സംഭവിച്ചിട്ടില്ല, നമ്മൾ കളവ് പറഞ്ഞതാണ്. നമ്മൾ ഇത്ര കാലം അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് നിലനിന്നത് കളവ് പറയാതെ സത്യത്തിന്റെ കൂടെ ഉറച്ചുന്നുണ്ട. നമ്മൾ പറഞ്ഞതായിട്ടുള്ള ഒരു കളവും ഇന്നുവരെയും ആർക്കും തെളിയിക്കാൻ പറ്റിയിട്ടില്ല. കളവ് പറഞ്ഞിട്ട് ഇസ്ലാഹി പ്രസ്ഥാനം ഉണ്ടാക്കേണ്ട കാര്യം നമുക്കില്ല. ഉറപ്പുള്ള കാര്യങ്ങൾ ഇന്നുവരെയും കൃത്യമായി ബോധ്യമുള്ള ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ എന്തെങ്കിലും ഒരു വാചകം പോലും തിരുത്തേണ്ട ആവശ്യം നമുക്കൊന്നുമില്ല. അപ്പുറത്തെ അവസ്ഥ എന്താ? ഇടയ്ക്ക് വിചിന്തനം മറച്ചു നോക്കൊണ്ടു തിരുത്ത് മത്സരമായില്ലേ. ഒരു കോളം തിരുത്താൻ വേണ്ടി മാത്രമുള്ളതാ. അതിനേക്കാൾ വലിയ തമാശയുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ലക്കം വിചിന്തനത്തിനുണ്ട് ഒരു പരസ്യം, ഇറങ്ങാനിരിക്കുന്ന ഒരു ലേഖനത്തെ കുറിച്ചാണ്. എന്താ പരസ്യം തരോ? ചത്ത പോത്തിന്റെ കുറുമ കഴിക്കാമോ? ഒരു ലേഖനത്തിന്റെ പരസ്യം. എന്താ? യാ ഇബാദല്ലാഹ് ഐനൂനി എന്ന ഹദീസ്, അത് ലൈഫാണല്ലോ. ലൈഫായ ഹദീസ് എടുത്തിട്ട് പിന്നെ ജിന്നിനെ വിളിക്കാമോ, മലക്കിനെ വിളിക്കാമോ, മരിച്ചോലെ വിളിക്കാമോ എന്ന് ചർച്ച ചെയ്യണം. ചത്ത പോത്താന്ന് മനസ്സിലാക്കിയാൽ ആ മാംസം കൊണ്ട് കുറുമ വെക്കണോ, പിന്നെ കറി വെക്കണോ, അതെല്ലാം മറ്റേ ചില്ലി വെക്കണോ എന്ന് ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതിനെ ഒഴിവാക്കിയിട്ട് ജീവനുള്ള ആടിനർത്ഥ തിന്നൂടെ. എന്നാൽ പരസ്യം വരാനിരിക്കുന്ന ലേഖനം. ഓരോരുത്തർക്ക് നേരം വിളിക്കണേ. വൈകുന്നേരമായി ഇപ്പോഴ നേരം വിളിക്കണേ എല്ലാത്തിലും. ഇന്നലെ ഞാൻ പുളിക്കലങ്ങാടിലെ പ്രഭാഷണം ഉണ്ട് നമ്മളെ അനസ് മുസ്ലിയാരുടെ. നോട്ടീസ് എന്താ അറിയോ? ജിന്നു ചികിത്സ ഒരു പൊളിച്ചെടുത്ത്. ഇയാൾ 4-5 തവണ അവിടെ വന്നിട്ട് ഈ ജിന്നു ചികിത്സ നടപ്പിലാക്കിയത്. ജിന്നിന്റെ പേരിൽ അവിടുത്തെ ഏറ്റവും പ്രമുഖ കുടുംബത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലമായ പുളിക്കലിൽ
പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ ശ്രദ്ധേയമായ പങ്കുവച്ചിരിക്കുന്ന ഒരു പണ്ഡിത കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരനെ എന്തോ മാനസിക അസ്വാസ്ഥ്യം ഉണ്ടായപ്പോ അതിന്റെ പേരിൽ നട്ടപ്പാതിരാക്ക് കയ്യും കാലും കെട്ടിയിട്ട് പൊതിരെ തല്ലി ജിന്നിനെ അടിച്ചിറക്കണം. അടുത്ത വീട്ടുകാരനായ ബന്ധു ബഹളം കേട്ട് ഓടി വന്നതുകൊണ്ട് ആ പയ്യൻ രക്ഷപ്പെട്ടതാ. അതിന്റെ പേര് ഞങ്ങൾ പ്രതിഷേധ പരിപാടി ചെയ്യുന്നു പുളിക്കലിൽ. 1 കൊല്ലത്തോളം അവരപ്പുറത്തുള്ള ആൾക്കാർ എന്താ പറഞ്ഞാരോ, അത് മടവൂരികൾ കള പറഞ്ഞാണ്. 1 കൊല്ലം കഴിഞ്ഞപ്പോൾ അവരുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു ആ സംഗതി 100% ശരിയാണെന്ന്. അടി ചികിത്സ നടന്നിട്ടുണ്ട്. ഇത് അന്ന് തുടങ്ങിയൊന്നല്ല, എന്റെ കയ്യിലുള്ള ഈ സാധനം നോക്കൂ. ഇത് 2007 കേരള ശബ്ദമാണ്. അത്യാവശ്യം സർക്കുലേഷനുള്ള ഒരു പ്രസിദ്ധീകരണം. അതിന്റെ മുഖചിത്രമാണെന്ത്, മുഖലേഖനം എന്താണ്? മുജാഹിദ് ജിന്ന് യുവതി പീഡിപ്പിക്കപ്പെട്ടു. ഈ യുവതി ആരാ? എടവണ്ണ പ്രദേശത്ത് മുജാഹിദ് പ്രസ്ഥാനം കെട്ടിപ്പടുത്തിരിക്കുന്ന ഒരു പ്രമുഖ വ്യക്തിയുടെ പേരക്കുട്ടിയാണ് ഈ കുട്ടി. ഇത് നിസ്സാര സംഗതി ഒന്നല്ല. എന്നിട്ട് അന്നൊക്കെ പ്രതികരിച്ചപ്പോ നമുക്ക് നേരെ ആക്ഷേപം ഉന്നയിച്ച ആളുകൾ ഇപ്പതാ ജിന്ന് ചികിത്സ ഒരു പൊളിച്ചെടുത്ത്, പൊളിയും അത്യാവശ്യം. ഞാൻ ഇപ്പുറത്ത് സക്കറിയ സുലൈഹി ഉണ്ട്, തീർന്നില്ല. സുഹൈർ ചുങ്കത്തരയുടെ ഒരു പ്രഭാഷണം എന്താ വിഷയം എന്നറിയോ? ജിന്നിനോട് ഇസ്തിഗാസ, ഷിർക്ക്. പുതിയ വിഷയങ്ങൾ വരാണ്. ഞാനത് പറഞ്ഞത് വൈകുന്നേരമായി, പിന്നെ ഏശാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പൊ നേരം എടുത്ത് നോക്കുന്ന ടീമുണ്ടല്ലോ, അവിടേക്കാണ് കാര്യങ്ങൾ പോണത്. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചതാ? ഒരുപാട് പ്രശ്നങ്ങൾ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇദ്ദേഹത്തെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഹുസൈൻ സലഫിയെ പോലെയുള്ള ആളുകൾ, ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നു, ആദരിച്ചിരുന്നു, ശരിയാണ്. പക്ഷേ എല്ലാ ബഹുമാനവും ആദരവും സ്വയം കളഞ്ഞു കുടിച്ചുകൊണ്ട് ഇല്ലാ കഥകൾ പറഞ്ഞ് പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ച് മതവേദികളെ മലീമസമാക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഹദീസ് ശ്രദ്ധയിലുണ്ടാകുന്ന നല്ലതാണ്. സക്കരിയ സുലാഹി ഇനി പറയുന്നത് എന്താ? അദ്ദേഹത്തിന്റെ പ്രയാസം പുറത്താക്കിയതിലല്ല അദ്ദേഹത്തിന് വിഷമം, പിന്നെന്താ? ഷിർക്ക് ആരോപിച്ച് പുറത്താക്കിയതിലാണ്. കേട്ടോ ഇപ്പൊ എന്താ ഉണ്ടായത്? എന്നെ പുറത്താക്കിയത് എനിക്ക് പ്രശ്നമില്ല, ഞാൻ പുറത്ത് നിൽക്കാൻ റെഡിയാണ്. പക്ഷേ ഷിർക്ക് ആരോപിച്ച് പുറത്താക്കി, അതാണ് സഹിക്കാൻ കഴിയാത്ത കാര്യം. കഴിഞ്ഞ 30 കൊല്ലമായി ഈ പ്രബോധന രംഗത്ത് ഇടപെടമില്ലാതെ നിൽക്കുന്ന കണ്ണല പ്രസംഗങ്ങളും വാദപ്രതിവാദങ്ങളും ലേഖനങ്ങളും ഒക്കെയായി, പുസ്തകങ്ങളുമായി എന്നാൽ കഴിയുന്ന തൗഹീദി രംഗത്തെ സേവനങ്ങളൊക്കെ ചെയ്യുന്ന എന്നെ ഷിർക്ക് ആരോപിച്ച് പുറത്താക്കി. ഷിർക്ക് ആരോപിച്ച് പുറത്താക്കിയതിലാണ് അദ്ദേഹത്തിന് വിഷമം. സുഹൃത്തുക്കളെ, ഇതേ ആരോപണം കഴിഞ്ഞ 10 കൊല്ലം മുമ്പ് ആരോപിച്ച് നിങ്ങൾ വിഷമിപ്പിച്ച, പീഡിപ്പിച്ച എത്ര പണ്ഡിതന്മാർ, എത്ര പ്രവർത്തകന്മാർ, ഏതെല്ലാം ഘടകങ്ങൾ. മരിച്ചുപോയ ബഹുമാനായ KK മുഹമ്മദ് സുല്ലമി, അദ്ദേഹത്തിന് തൗഹീദ് അല്ലാത്തൊരു വിഷയം സംസാരിക്കാനുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആനിൽ പരമാവധി ഗവേഷണം നടത്തി തൗഹീദ് കൃത്യമായി കണിശമായി സമർത്ഥിച്ചു, യുക്തിയും ഭക്തിയും ചേർത്തുവെച്ച് പ്രമാണങ്ങളുടെ പിൻബലത്തിൽ ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരുന്ന ശ്രദ്ധേയമായ പങ്കുവഹിച്ച KK മുഹമ്മദ് സുല്ലമി, അദ്ദേഹം ഈ ശിർക്കാരോപണത്തിന്റെ മനോവ്യഥ മാറാതെ ആ വേദനിക്കുന്ന മനസ്സുമായി നമ്മളോട് വിട പറഞ്ഞു. മാപ്പ് പറയാൻ പറ്റുമോ? KKയുടെ മൃതദേഹം മയ്യത്ത് വീട്ടിൽ കുളിപ്പിച്ച് വെച്ചിട്ട് ആളുകൾ കാണുമ്പോ ബഹുമാനായ AP അബ്ദുൽ ഖാദർ മൗലവിയും കാണാൻ വന്നിരുന്നു. അദ്ദേഹം മയ്യത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു നിപ്പ് നിന്നിട്ടുണ്ട്. ആ നൃത്തമൊന്നും നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. എന്താ ചെയ്തു വച്ചത് പരിഹരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല, ഇനി കിട്ടുകയുമില്ല. അത് KK തലശ്ശേരിയിലും അതുപോലെ ബാലുശ്ശേരിയിലും കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലുമൊക്കെ ഇസ്ലാഹി പ്രബോധന രംഗത്ത് ഒരു വെള്ളി നക്ഷത്രം പോലെ ഉദിച്ചു നിന്ന ബഹുമാനായ അബൂബക്കർ മൗലവി അമ്മാങ്കോത്ത് അവസാനം ഷുഗർ വന്ന് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ട് ഒരു പരസഹായം കിട്ടിയാൽ, ഒരു വടി കിട്ടിയാൽ അത് വെച്ച് ഇറങ്ങിത്തിരിച്ച് പ്രബോധന രംഗത്ത് ശക്തമായി നിലകൊണ്ടിരിക്കുന്ന അദ്ദേഹം ഇവരുടെ ഈ കുതന്ത്രങ്ങളുടെ കൂടെ നിന്നില്ല എന്ന കാരണത്താൽ അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ഈ പറഞ്ഞ ബാലുശ്ശേരിക്കാരനും CP സലീമും ഒക്കെ അദ്ദേഹത്തെ വരെ പേരെടുത്ത് ആക്ഷേപിച്ച് ശിർക്ക് ആരോപിച്ചു. ആ വേദനയോടെയാണ് അദ്ദേഹം മരണപ്പെട്ടു പോയത്. പൊറുപ്പിക്കാൻ പറ്റിയോ? AP അബ്ദുൽ ഖാദർ മൗലവി അടക്കമുള്ള ആളുകളുടെ ഗുരുനാഥനായ MT അബ്ദുറഹ്മാൻ മൗലവി വിദേശത്ത് നിന്നുള്ളൊരു ഫണ്ട് അവിടുത്തെ കാരുണ്യ ഭവന സ്ഥാപനത്തിന് വന്നപ്പോ, കാരുണ്യ ഭവൻ എന്ന് പറഞ്ഞത് വികലാംഗരായിരിക്കുന്ന ആ കുട്ടികൾക്കൊക്കെ വേണ്ടിയുള്ള സ്ഥാപനമാണ്. അതിനൊരു ഫണ്ട് വന്നപ്പോ മുജാഹിദ് സെന്ററിൽ നിന്ന് ഒരു കൺസെന്റ് വേണ്ടിയിരുന്നു. കൊടുത്ത കൺസെന്റ് എന്താ അറിയോ?
ഇവർ സലഫി ആദർശമുള്ളവരാണോ എന്നറിയില്ല. ആരാ കൊടുത്ത് അധികം ബുദ്ധിയൊന്നും വേണ്ടല്ലോ, സ്വന്തം ഗുരുനാഥനെ കുറിച്ചാണ് കൊടുത്തത്. അതിന്റെ പേരിൽ ആ ഫണ്ട് മുടങ്ങി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, MT അബ്ദുറഹ്മാൻ മൗലവി അദ്ദേഹത്തിന്റെയും വിശ്വാസവും ആദർശവും ചോദ്യം ചെയ്തു. മലപ്പുറം ഇസ്ഹാഖ് മൗലവി, എടപ്പാറ കുഞ്ഞഹമ്മദ് മൗലവി, എത്ര ഉദാഹരണങ്ങൾ. ഈ പണ്ഡിതന്മാർ ഇരിക്കട്ടെ. ഏറ്റവും അവസാനം നമ്മുടെ പ്രിയങ്കരനായ അബൂബക്കർ കാരക്കുന്ന്, അദ്ദേഹവും ഈ വേദനയോടെ തന്നെയല്ലേ മരണപ്പെട്ടു പോയത്. നിങ്ങൾക്ക് പൊറുപ്പിക്കാൻ പറ്റിയോ? മാപ്പ് പറയാൻ പറ്റിയോ? ഇതിനിടയിൽ നമ്മുടെ എത്ര പ്രവർത്തകന്മാർ നിസ്വാർത്ഥരായ, നിഷ്കളങ്കരായ, ഒരു അധികാരമോഹവുമില്ലാത്ത, സ്വാർത്ഥ താല്പര്യങ്ങളൊന്നുമില്ലാത്ത ഈ പ്രസ്ഥാനത്തെയും അതിന്റെ ആദർശത്തെയും സ്നേഹിച്ച എത്ര പ്രവർത്തകന്മാർ കണ്ണടച്ചു. അവരെ പൊറുപ്പിക്കാൻ പറ്റിയോ? എന്നിട്ട് ഇയാൾക്കെതിരെ ശിർക്ക് ആരോപിച്ച് പുറത്താക്കിയതിന് വിഷമമുണ്ട് പോലും. മറ്റുള്ളവരുടെ വിഷമം 10 കൊല്ലം മുമ്പ് ആലോചിക്കുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇന്നിങ്ങനത്തെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നില്ല. എന്നിട്ട് ഇയാൾ ഉപദേശിക്കുന്നുണ്ട്, എന്ത്? ആർക്കെതിരെയും ശിർക്ക് ആരോപിക്കരുത്, ശിർക്ക് ആരോപിക്കാൻ പാടില്ല. അയാളുടെ ഉപദേശം കേട്ടോളൂ. ശുദ്ധ നുണയാണ് ആ പറഞ്ഞത്. മുജാഹിദ് പ്രസ്ഥാനത്തെ പരിചയമുള്ള ആളുകൾക്കറിയാം, ഒരു മുസ്ലിമിനെയും കാഫിർ എന്ന് നമ്മൾ വിളിക്കാറില്ല. ഒരു സുന്നിയെ കാണുമ്പോടാ കാഫിറെ എവിടുന്നാ വരുന്നത് നമ്മൾ ചോദിക്കാറില്ല. സത്യനിഷേധി എന്ന ഒരാളെ വിളിക്കാറില്ല. ഒരു മുസ്ലിമിനെ പോലും അങ്ങനെ വിളിക്കാത്ത ആളുകളാണ് നമ്മൾ, അല്ലേ? എന്നിട്ടാണ് മുസ്ലിമീങ്ങളെ പറ്റി പറയുന്നത്. അപ്പൊ മുസ്ലിമീങ്ങളെ കാഫിറാക്കുന്ന ആളുകളാണ് എന്നാണ്. ആരെങ്കിലും തന്റെ സഹോദരനെ വിളിച്ചിട്ട് കാഫിർ എന്ന് വിളിച്ചാൽ രണ്ടിലൊരാൾ അതുകൊണ്ട് മടങ്ങി. വിളിക്കപ്പെട്ട വ്യക്തി യഥാർത്ഥത്തിൽ കുഫർ ചെയ്യാത്ത ആളാണെങ്കിൽ വിളിച്ചവൻ കാഫിറായി മാറുന്നതാണ് എന്ന് റസൂലിന്റെ ഹദീസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആരെയും കാഫിർ എന്ന് വിളിക്കാൻ പാടില്ല, കാഫിറാക്കാൻ പാടില്ല. ആരോപിച്ചാൽ, ആരോപണം അസത്യമാണെങ്കിൽ ആരോപിച്ചവനിലേക്ക് ആ ആരോപണം തിരിച്ചു വരും. അതാണ് ഇവിടെ സംഭവിച്ചത്. റസൂൽ പറഞ്ഞാണ്, ഒരു വിശ്വാസിക്ക് നേരെ അവിശ്വാസമോ അധർമ്മമോ ആരോപിച്ചാൽ അസത്യമാണെങ്കിൽ ആരോപകന്മാരിലേക്ക് തിരിച്ചു വരും. അതവിടെ സംഭവിച്ചത്. എന്നാൽ ഇയാളിങ്ങനെ കുഫർ ആരോപിക്കരുത് എന്നൊക്കെ ഇപ്പൊ എന്ന് പറയുമ്പോ കൂടെ നിൽക്കുന്ന ആളെ പണി എന്താ? നാട്ടിൽ ആരെയൊക്കെ ചൂണ്ടിക്കാണിച്ച് കാഫിർ മുശ്രിക്ക് എന്ന് വിളിക്കാൻ പറ്റുമെന്ന് മത്സരിച്ചടക്കാം. അതില് സാധാരണക്കാരും ഒഴിവല്ല, നേതാക്കന്മാരും ഒഴിവല്ല, മന്ത്രിമാരും MLA മാരും ഒന്നും ഒഴിവല്ല. ഒന്ന് കേട്ടോളൂ. ഞാൻ തീർച്ച പറയും, കോൺഫിഡൻസിലാണ് ഞാൻ പറയും, കോൺഫിഡൻസിൽ പറയും. തെറ്റിദ്ധാരണകളുള്ളവരും സത്യസന്ധരാണെങ്കിൽ, ഹക്കറിയാത്തത് കൊണ്ടാണെങ്കിൽ മർക്കട മുഷ്ടിയാണെ രക്ഷല്ലോ. അന്തർത്തുഹം അമ്ലംല്ലേ അക്കൂട്ടത്തെപ്പെട്ടാൽ ഈ സസ്യലിന്റെ ഒരിക്കൽ രക്ഷല്ല. അല്ല, അറിവെന്നാത്തുള്ള തെളിവായി ഇനി പറയുമ്പോൾ, തിരുത്താൻ മാത്രമുള്ള തെളിവായി ഇനി പറയുമ്പോൾ ശ്രദ്ധിച്ചോളി. അതെന്താ? അല്ലാഹുവിലുള്ള വിശ്വാസത്തിൽ ശിർക്ക് വന്ന സകൽ ഉറപ്പാണല്ലോ. ഖുർആനിലെ 39-ാം അധ്യായം 65-ാമത്തെ വചനം. പിന്നെയോ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, 4-ാം അധ്യായം 48-ാമത്തെ വചനം, 4-ാം അധ്യായം 116-ാമത്തെ വചനം. ആ വചനത്ത് പറയണത് ഒരിക്കലും അല്ല പൊറുക്കാത്ത പാതകൾ ശിർക്കാണ്. ഒരിക്കലും അല്ല പൊറുക്കില്ല, ഒരിക്കലും അല്ല പൊറുക്കാത്ത പാവേത ശിർക്കാണ്. ശരി, സമ്മതിച്ചു. ആ ശിർക്ക് ഒരു മുജാഹിദിൽ ഉണ്ടാകാൻ പാടുണ്ടോ? ആ ശിർക്ക് ഒരു സുന്നത്തിയമായ ചെയ്യാൻ ഉണ്ടാകാൻ പാടും? ആ ശിർക്ക് ഒരു തബ്ലീഗുകാരിൽ വരാൻ പാടുണ്ടോ? ആ ശിർക്ക് ഒരു SDPI-കാരിൽ വരാൻ പാടുണ്ടോ? ആ ശിർക്ക്